സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ മുണ്ടക്കയവുമായി ചർച്ച നടത്തിയെന്നത് അദ്ദേഹത്തിന്റെ ഭാവന മാത്രമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. സമരം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്കായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ബ്രിട്ടാസിനെയും ഒരുമിച്ച് കണ്ടുവെന്നും സമരം തുടങ്ങും മുൻപേ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പും വ്യക്തമാക്കി. സോളാറിലെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് MP തന്നെ ഫോണിൽ വിളിച്ചുവെന്ന ജോൺ മുണ്ടക്കയത്തിന്റെ വാദത്തെ തള്ളി ജോൺ ബ്രിട്ടാസ്. എന്നാൽ നേതൃത്വത്തിന്റെ അനുമതിയോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ്. താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് കാണണം, എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി, തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ പിടിവാശിയിലുണ്ടായ സോളാർ സമരം വളരെ വേഗത്തിൽ ഒത്തുതീർപ്പാക്കേണ്ടത് LDFന്റെയും UDFന്റെയും ആവശ്യമായിരുന്നുവെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. ഇതിൽ ജോൺ മുണ്ടക്കയത്തിന്റെ റോൾ എന്താണെന്ന് തനിക്കറിയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ജോൺ ബ്രിട്ടാസ് നടത്തിയ ചർച്ചയിൽ താൻ ദൃക്സാക്ഷിയായിരുന്നു. സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം CPM നേതാക്കൾക്കുണ്ടായിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പിന്റെ തുറന്നു പറഞ്ഞു. AK സെന്ററിൽ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും, ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി. രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് അവിചാരിതമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു വിവാദമുണ്ടാക്കിയ സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ LDFും UDFും ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനായി തന്ത്രങ്ങളെല്ലാം പയറ്റിയിരുന്നുവെന്നും നേതാക്കളുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം, കോട്ടയം.